ജനുവരി 22-ന് അയോധ്യയിൽ രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ ദിന ചടങ്ങാണ്. അപ്പോൾ അത് വളരെ കെങ്കേമമായി കൊണ്ടാടാൻ ഭരണകൂടം തീരുമാനിച്ചിരിക്കുന്നു. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന വലിയ പരിപാടിയായിട്ടാണ് അതിനെ ക്രമപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി അടക്കം ഒരു ഭരണകൂടം സ്പോൺസർ ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെൻറ് സ്പോൺസർ ചെയ്യുന്ന ഒരു പരിപാടി എന്ന നിലയ്ക്കാണ് ഇപ്പോൾ ഈ പ്രതിഷ്ഠാ ദിന ചടങ്ങ് ക്രമീകരിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല രാജ്യം ഒരു പൊതുതെരഞ്ഞെടുപ്പിന് അടുത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ കൂടി BJP ഈ വിഷയത്തെ എങ്ങനെ രാഷ്ട്രീയവൽക്കരിക്കുന്നു എന്നുള്ള കാര്യം കൂടി രാജ്യം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിപ്പോൾ പറയാൻ കാരണം പ്രതിപക്ഷ നേതാക്കളെ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. കോൺഗ്രസിനും ക്ഷണം കിട്ടി. പക്ഷേ കോൺഗ്രസിന് ഈ വിഷയത്തിൽ ഒരു കൃത്യമായ നിലപാട് പറയാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായത്. ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. അജിംസ്, ഇപ്പോൾ CPM ആദ്യം തന്നെ നിലപാട് കൃത്യമായി പറഞ്ഞു. പങ്കെടുക്കാൻ പറ്റില്ല, പങ്കെടുക്കില്ല, അതൊക്കെ വ്യക്തിപരമായ കാരണങ്ങളാണ്. അതുപോലെ ഒരു സെക്യുലർ രാജ്യമാണ്, അവിടെ ഇങ്ങനെ ഒരു നമുക്ക് ഔദ്യോഗികമായ ഒരു മതമില്ല, അങ്ങനെ ഒരു മതത്തിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമില്ല എന്ന് കൃത്യമായി ഏറ്റവും ക്ലിയറായി സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത് CPM ആണ്. എന്തുകൊണ്ടാണ് ഇത്രയും വർഷം ഇന്ത്യ ഭരിച്ച് പാരമ്പര്യമുള്ള കോൺഗ്രസ്സിന് ഈ വിഷയത്തിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? ഈ ഒരു ഗ്രന്ഥകാരൻ ജേർണലിസ്റ്റ് റഷീദ് കിദ്വായ് ഉണ്ട്, നമ്മൾ ബൈറ്റ് തന്നുണ്ട് മധ്യപ്രദേശിൽ നിന്ന്. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട് 24 അക്ബർ റോഡ്. അതിൽ ഈ ഇന്ദിരാഗാന്ധിയുടെ വധത്തിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പുണ്ട്. രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പുണ്ട്. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ ഒന്ന് സിഖ് കലാപം കഴിഞ്ഞിട്ടുള്ള സമയമാണ്. ഒന്ന് സിഖ് കലാപം കഴിഞ്ഞു. കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു ഭയമുണ്ട്, ഇത് ജയിക്കുമോ ഇല്ലേ. കാരണം അതിനു മുമ്പൊക്കെ ക്രമേണ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം അടിയന്തരാവസ്ഥയ്ക്ക് മുമ്പ് ക്രമേണ അവർ ഭൂരിപക്ഷം കുറഞ്ഞു വരികയാണ്. അപ്പോൾ ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് രാജീവ് ഗാന്ധി ഒരു ദൂതനെ നാഗ്പൂർ ആസ്ഥാനത്തേക്ക് അയച്ചു, RSS ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് അയക്കുകയാണ്. അപ്പോൾ RSSൻ്റെ പിന്തുണ ഞങ്ങൾക്ക് വേണം. ഈ RSSൻ്റെ പിന്തുണ വേണം എന്ന് രഹസ്യമായെങ്കിലും ആവശ്യപ്പെടാൻ കോൺഗ്രസിനെയും രാജീവ് ഗാന്ധിയും പ്രേരിപ്പിക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. ഒന്ന്, സിഖ് കലാപത്തിൽ ഏതോ അർത്ഥത്തിൽ ഈ പറയുന്ന RSSൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട് എന്ന് രാജീവ് ഗാന്ധിക്കും അറിയാം. അപ്പോൾ അതങ്ങോട്ട് ചോദിക്കുന്നതിനൊരു പ്രശ്നമില്ല. ഒരു ദൂതനെ പറഞ്ഞു വിടുന്നു, അവർ പിന്തുണ വാഗ്ദാനം ചെയ്യുന്നു, വലിയ ഭൂരിപക്ഷത്തിൽ രാജീവ് ഗാന്ധി ജയിക്കുകയാണ്. പിന്നെ നമ്മൾ എന്താണ് കാണുന്നത്? ഈ രാജീവ് ഗാന്ധി അധികാരത്തിലിരിക്കുമ്പോഴാണ് രാമായണം സീരിയൽ ടെലിവിഷനിൽ സംപ്രേഷണം ആരംഭിക്കുന്നത്. രാമായണം സീരിയൽ നമ്മൾ എൻ്റെ കുട്ടിക്കാലത്ത് വളരെ നിഷ്കളങ്കമായ ഓരോ എപ്പിസോഡും കാണാതെ വിട്ടുകൊണ്ടിരുന്നതാണ്. നമുക്കന്ന് അറിയില്ല ഇതിൻ്റെ രാഷ്ട്രീയം എന്താണ്. അന്ന് എവിടെയൊക്കെയോ പത്രത്തിലൊക്കെ വായിക്കുന്നുണ്ട്, ഇങ്ങനെ രാമജന്മഭൂമി പ്രക്ഷോഭം നടക്കുന്നുണ്ട്. അതൊക്കെ ചെറിയ വാർത്തകൾ, വളരെ ചെറിയ വാർത്തകളായിട്ടാണ് വന്നുകൊണ്ടിരിക്കുക. ഈ രാമായണ സീരിയൽ അവസാനിച്ച് പിന്നെ മഹാഭാരതം തുടങ്ങുമ്പോഴേക്കും എന്താണ് നമ്മൾ ഈ രാമായണ സീരിയൽ കഴിയുന്നത് നമ്മൾ എന്താ കാണുന്നത്? ലാൽകൃഷ്ണ അഡ്വാനി രഥയാത്ര ആരംഭിക്കുക. രഥയാത്ര തുടങ്ങി. രാമായണ സീരിയലിന് ശേഷം ശിലാപൂജ, പിന്നെയാണ് രഥയാത്ര. അപ്പോൾ രഥയാത്ര വരുന്നു. ഇതിനിടയ്ക്ക് എന്ത് ചെയ്യുന്നു? മറ്റേ ഇത് തുറന്നു കൊടുക്കുന്നു, പൂജ നടത്താൻ വേണ്ടി തുറന്നു കൊടുക്കുന്നു ബാബരി മസ്ജിദ്. അപ്പോൾ ബാബരി മസ്ജിദിന്റെ തകർച്ചയ്ക്ക് കാരണക്കാരൻ ചോദിച്ചാൽ മുരളി മനോഹർ ജോഷി, ഉമാഭാരതി, ലാൽകൃഷ്ണ അഡ്വാനി നമ്മൾ എളുപ്പത്തിൽ പറയും. പക്ഷേ യഥാർത്ഥത്തിൽ കാരണക്കാരൻ രാജീവ് ഗാന്ധി തന്നെയാണ്. രാജീവ് ഗാന്ധിയുടെ ആ ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്ത ഒത്തുതീർപ്പാണത് ഈ ബാബരി മസ്ജിദിന്റെ പതനം. അതിന് നരസിംഹറാവുവിന്റെ കാലത്ത് അദ്ദേഹം അത് മുഖസാക്ഷിയായിട്ട് നിന്നു. കോൺഗ്രസ്സുകാർ പറയുന്നത് കല്യാൺ സിംഗ് ആയിരുന്നു എന്നൊക്കെ പറയും. ഈ ബാബരി മസ്ജിദിന്റെ തകർച്ചയിൽ കോൺഗ്രസിന് പങ്കുണ്ട് എന്ന് അവർക്ക് പോലും നിഷേധിക്കാൻ കഴിയില്ല. അവർക്ക് പോലും നിഷേധിക്കാൻ കഴിയാത്ത ചരിത്രപരമായ സത്യമാണ്. അപ്പോൾ അവിടെ ഇനി രാമക്ഷേത്രം വരണം എന്ന് ആഗ്രഹിക്കുന്ന കോൺഗ്രസ്സുകാരുണ്ടാവും, ഉണ്ടായേക്കാം. കാരണം അങ്ങനെയാണ്. അപ്പോൾ അതിൽ അവർക്ക് ചരിത്രപരമായ പിശക് പറ്റിയെന്ന് സോണിയാഗാന്ധിക്ക്, പിന്നീട് വന്ന സോണിയാഗാന്ധിക്കും അവരത് പല തവണയായിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് ഏറ്റു പറഞ്ഞിട്ടുണ്ട്. ചരിത്രപരമായി കോൺഗ്രസിൻ്റെ കാര്യങ്ങൾ തെറ്റുപറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ അവർ നേരിടുന്ന പ്രശ്നം എന്താണ്? ഇപ്പോൾ നേരിടുന്ന പ്രശ്നം അവിടെ രാമജന്മഭൂമിയിൽ ഒരു ക്ഷേത്രം വരികയാണ്. ആ ക്ഷേത്രം വരുമ്പോൾ അതിൽ ആ ക്ഷേത്രത്തിൽ വിശ്വസിക്കുന്ന ആളുണ്ട്, രാമനിൽ വിശ്വസിക്കുന്ന കോൺഗ്രസ്സുകാരുണ്ട്, ഈ ബാബരി മസ്ജിദ് പൊളിച്ചത് കുഴപ്പമൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന കോൺഗ്രസ്സുകാരുണ്ട്. കോൺഗ്രസിൻ്റെ സ്വഭാവം നമുക്കറിയാമല്ലോ. അപ്പോൾ അവർ ചിലപ്പോൾ അവിടെ പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതേസമയം തന്നെ ഈ നടന്നത് തെറ്റാണ്, ചരിത്രപരമായി കോൺഗ്രസിനെ സംഭവിച്ച തെറ്റാണ്, രാജ്യത്തിൻ്റെ മതേതരത്തിനേറ്റ ഏറ്റവും വലിയ അടിയാണ് എന്ന് വിശ്വസിക്കുന്ന കോൺഗ്രസ്സുകാരുണ്ട്. അവരെ സംബന്ധിച്ച് അവിടെ പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? പോയി കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല. ഇപ്പോൾ കോൺഗ്രസ്സുകാർ കുറച്ച് പേരെ അനുവദിക്കുകയാണ്. ഇപ്പോൾ രാമജന്മഭൂമി ആ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തിന് പോകാം അനുവദിച്ച് കോൺഗ്രസ്സുകാർ, ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയോ അല്ലെങ്കിൽ ദിഗ്വിജയ് സിംഗോ കമൽനാഥൊക്കെ പോയി നിൽക്കുക. കോൺഗ്രസ് എന്തെങ്കിലും നേട്ടമുണ്ടോ? ഓരോ വോട്ട് അതുകൊണ്ട് കൂടുതൽ കിട്ടുമോ? ഇല്ല. അവർ പോയി കഴിഞ്ഞാൽ അത് BJPക്കാണ് ഗുണമാവുക. കാരണം BJPയുടെ ഈ പറയുന്ന പ്രൊപ്പഗൻഡയെ എൻഡോഴ്സ് ചെയ്യാൻ വേണ്ടി കുറെ കോൺഗ്രസ്സുകാർ വന്നു എന്നേ അതുകൊണ്ട്. ഇനി പോകാതിരുന്നാലോ? പോകാതിരുന്നാൽ എന്താ സംഭവിക്കുക? കൂടുതലായിട്ടുണ്ടാവുന്ന അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് എന്നാണ് ഞാൻ പറയുന്നത്. പോകാതിരുന്നാൽ ഇവരെന്താ, BJP അടുത്ത ഇലക്ഷനിൽ പറയും ഇവരെ രാമനെതിരാണ്, അല്ലെങ്കിലും പറയുന്നുണ്ടല്ലോ ഇവർ മുസ്ലിം പാർട്ടിയാണ് എന്ന് ഞാൻ നേരിട്ട് കേട്ടിട്ടുണ്ട്. BJPക്കാർ പറയുന്നത് ഇവർ മുസ്ലിം പാർട്ടിയാണെന്ന് പറയും.
അതിപ്പോഴും പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് പുതുതായിട്ട് എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് അവർക്ക് ഉണ്ടാവുന്നില്ല. പക്ഷെ അവർക്കത് പറയാൻ പറ്റാത്തതിന് കാരണം അവർക്ക് അവരുടെ വോട്ട് ബാങ്കിനെ കുറിച്ച്, അവരുടെ ഐഡിയോളജിയെ കുറിച്ച്, അവരെന്താണ് ഈ ഘട്ടത്തിൽ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് അവർ ക്ലൂലെസ് ആണ്. അതുകൊണ്ടാണ് കോൺഗ്രസ് ഇപ്പോഴും ഇപ്പൊ നാഗ്പൂർ രാഹുൽ ഗാന്ധി ഇപ്പോൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി അതിനെ മിണ്ടുന്നില്ല, പ്രിയങ്ക ഗാന്ധി മിണ്ടുന്നില്ല, സോണിയാഗാന്ധി മിണ്ടുന്നില്ല, മല്ലികാർജ്ജുൻ ഖാർഗെ മിണ്ടുന്നില്ല, കേരളത്തിൽ KC വേണുഗോപാൽ മിണ്ടുന്നില്ല, VD സതീശൻ മിണ്ടുന്നില്ല. അതൊക്കെ ദേശീയ നേതൃത്വം തീരുമാനിക്കുന്നു, K സുധാകരൻ പറയുന്നു. അപ്പോൾ അവരുടെ ഐഡിയോളജിയെ കുറിച്ച്, അവരുടെ വോട്ട് ബാങ്കിനെ കുറിച്ച്, അവരുടെ പ്രവർത്തകരെ കുറിച്ച്, അവരുടെ സംഘടനയെക്കുറിച്ച്, രാജ്യത്തെ മൊത്തം ഈ ജനസഞ്ചയം എന്താണ് ചിന്തിക്കുന്നത് എന്നതിനെ കുറിച്ച് അവർ ക്ലൂലെസ് ആണ്. അതേസമയം BJP നല്ല ഉറപ്പാണ്. അവരുടെ വോട്ട് ബാങ്കിനെ കുറിച്ച് അവർക്ക് നല്ല ഉറപ്പുണ്ട്. അവർക്ക് ഈ ക്ഷേത്രം വെച്ചാൽ അവർക്ക് കൂടുതൽ വോട്ട് കിട്ടുന്ന അവർക്ക് നല്ല ഉറപ്പുണ്ട്. ഇവർക്ക് ഇതേക്കുറിച്ച് അറിയില്ല. CPM അതിൽ നിലപാടെടുക്കാൻ കാരണം CPM-നെ സംബന്ധിച്ച് അവർ എന്താണ് ബേസിക്കലി ഒരു ഭൗതികവാദികളാണ്. അവർക്ക് വിശ്വാസപരമായ ഒരു കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിക്കേണ്ട ആവശ്യമില്ല. അവർ മുമ്പ് സ്വീകരിച്ചിട്ടുണ്ട് ഈ നിലപാട്. മുമ്പ് നിലപാടുകളിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു CPM-നെ സംബന്ധിച്ച്. ഇപ്പോൾ ഞാൻ ചെറുപ്പത്തിൽ എനിക്കൊരു 8 വയസ്സൊക്കെയുള്ള സമയത്ത് EK നായനായിരുന്നു ഡയറക്റ്റ് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. അന്ന് തർക്കമന്ദിരാണ്, തർക്കമന്ദിരം എന്ന വാക്യം ഉപയോഗിക്കും. അപ്പോൾ നായനാർ ഒരു ഇലക്ഷൻ സമയത്ത് പ്രസംഗിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ തർക്കമന്ദിരമൊക്കെ, അതങ്ങ് പൊളിച്ചു കളഞ്ഞിട്ട് അതിൻ്റെ അടിയിലൊരു പള്ളിയും മുകളിലൊരു ചർച്ചും അതിനുള്ളിൽ ക്ഷേത്രം എടുത്തു കഴിഞ്ഞാൽ പ്രശ്നം തീരില്ലേ എന്ന് ഡയറക്റ്റ് പ്രസംഗം ഞാൻ കുഞ്ഞായിരുന്നു ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അന്ന് അത്തരം എന്താണ് വിടുവായത്തങ്ങളെന്നോ വിഡിത്തങ്ങളെന്നൊക്കെ പറയുന്ന നിലപാട് CPM നേതാക്കൾക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ CPM-ൻ്റെ ഒരു കൃത്യമായി ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത് ഒരു കൃത്യമായ നിലപാടാണ്. അതൊരു എന്താണ് ഒരു രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി മതപരമായ കാര്യങ്ങൾ ഉപയോഗിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ അതിന് വിട്ടു നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു കൃത്യമായ സ്റ്റേറ്റ്മെൻറ്റാണ്. യെസ് ഡോക്ടർ സാർ, ഇതെല്ലാം ആളുകൾ കാണുന്നുണ്ടല്ലോ. ഇപ്പോൾ ദക്ഷിണേന്ത്യയിൽ ഇപ്പോൾ അജിംസ് പറഞ്ഞു പോലെ ഈ ഹിന്ദി ഹൃദയഭൂമിയിൽ ഇത് ചിലപ്പം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയേക്കാം, ചിലപ്പോൾ ഉണ്ടാക്കാതിരുന്നേക്കാം. പക്ഷേ ദക്ഷിണേന്ത്യയിൽ ഇത് ആളുകൾ എങ്ങനെ ഉൾക്കൊള്ളും എന്നുള്ളൊരു ചോദ്യമുണ്ട്. അല്ല, ഹിന്ദി ഹൃദയഭൂമിയിൽ തന്നെ ഇപ്പോൾ അജിംസ് പറഞ്ഞ അങ്ങനെ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക. ആ ഇമ്പാക്റ്റഡ് ആയിട്ടുള്ള ആളുകൾ അല്ലെ, ഇമ്പാക്റ്റീസ് ആയിട്ടുള്ള ആളുകൾ അവർ ആർക്ക് വോട്ട് ചെയ്യുന്നവരാണ്? അവർ BJP-ക്കല്ലേ വോട്ട് ചെയ്യുള്ളൂ. കോൺഗ്രസ് ഒരു ഒരു ലൈറ്റ് വേർഷനുമായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഹിന്ദുത്വയുടെ പ്രോ വേർഷനായിട്ട് BJP നടക്കുകയാണ്. അപ്പം ഇങ്ങനെ ഈ പ്രോ വേർഷൻ ഉള്ളപ്പോൾ ആരെങ്കിലും ഈ ലൈറ്റ് വേർഷന് പോയിട്ട് വോട്ട് ചെയ്യും? ഇല്ല. ഈ മണ്ടത്തരത്തിൻ്റെ ആഴെന്ന് പറഞ്ഞാൽ ഇതാണ്. ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ പാർട്ടി ആദ്യമായി തിരിച്ചറിയേണ്ടത് ഞങ്ങളുടെ കോൺസ്റ്റിറ്റ്യുവൻസി ആരാണ്, ഞങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് ആരെയാണ്. ഇപ്പോൾ 39% NDA-യുടെ കഴിഞ്ഞ ഇലക്ഷനിൽ അവരുടെ വോട്ട് ഷെയർ എന്ന് പറയുന്നത് 39% എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഭൂരിപക്ഷം ജനങ്ങളും NDA-ക്ക് വോട്ട് ചെയ്യാത്തവരാണെന്നല്ലേ. നോക്കണം, NDA-ക്ക് ഏറ്റവും ഭൂരിപക്ഷം ലഭിച്ച ഇലക്ഷനാണ്. അപ്പോൾ ഇന്ത്യയിലെ ഭൂരിപക്ഷം ജനങ്ങളും BJP-ക്കല്ല NDA-ക്ക് വോട്ട് ചെയ്യാത്തവരാണ്. അപ്പോൾ ആ മനുഷ്യരവിടെ ഇല്ലേ? ആ മനുഷ്യരാരാണ്? അവരോട് എങ്ങനെയാണ് സംസാരിക്കുക? അവരെ എങ്ങനെ രാഷ്ട്രീയമായി സംഘടിപ്പിക്കാം? ഇതല്ലേ അന്തമുള്ളൊരു പാർട്ടി ആലോചിക്കേണ്ടത്. അങ്ങനെയല്ലേ? അപ്പോൾ BJP ഹിന്ദുത്വ വിൽക്കുകയാണ്. അപ്പോൾ ഒരു അടിപൊളി ഹിന്ദുത്വ BJP വിൽക്കും. ഒരു ഓഞ്ഞ ഹിന്ദുത്വ വിൽക്കാൻ വേണ്ടി ഇവർ പോയാൽ എന്താണ് അവർക്ക് ലഭിക്കാൻ പോകുന്നത്? ഈ ഹിന്ദുത്വം വാങ്ങാൻ വേണ്ടി നിൽക്കുന്ന ആളുകൾ, അതിൻ്റെ കസ്റ്റമേഴ്സ് ഇത് മേടിക്കുമോ? ഇനി ഇപ്പുറത്ത് ഈ ഹിന്ദുത്വയിൽ ഒട്ടും താല്പര്യമില്ലാത്ത മഹാഭൂരിപക്ഷം ജനങ്ങളുടെ അവർക്ക് ഇതിനോട് വല്ല അട്രാക്ഷൻ ഉണ്ടാവുമോ? ഇത് ലളിതമായൊരു കണക്കാണല്ലോ. ഇത് വളരെ ലളിതമായിട്ടുള്ളൊരു ലോജിക്കല്ലേ. ഇത് കോൺഗ്രസ്സിന് മനസ്സിലാവുന്നില്ല. ഇത് മനസ്സിലാകാത്ത എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ നേതൃഘടന എന്നുള്ളത് ഈ പറയുന്ന ഹിന്ദുത്വ ബോധം പേറുന്ന ഈ സവർണ നേതൃത്വമാണ്. ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം ആളുകൾ ആരാണ്? അല്ലെങ്കിൽ ഹിന്ദുക്കളെന്ന് പറയുന്ന ഈ ജനത യഥാർത്ഥത്തിൽ എന്താണ്? അവരും ഈ ഹിന്ദുത്വ ഫോൾഡും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നവർക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഇന്ത്യയുടെ ഒരു അടിസ്ഥാന രാഷ്ട്രീയ പ്രശ്നം എന്താണ്? 80% വരുന്ന ഈ അവർണരായിട്ടുള്ള ഹിന്ദുക്കളെ 10-15% വരുന്ന സവർണർ ഭരിക്കുന്നു എന്നുള്ളതാണ്. ഏത് രംഗത്താണെങ്കിലും, രാഷ്ട്രീയ രംഗത്താണെങ്കിലും, മീഡിയയിലാണെങ്കിലും, ബ്യൂറോക്രസിയിലാണെങ്കിലും, സൈന്യത്തിലാണെങ്കിലും, എല്ലായിടത്താണെങ്കിലും. ഇതാണ് ഇന്ത്യൻ യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കി ഇന്ത്യയിലെ ബഹുജനങ്ങളെ, ഹിന്ദുത്വത്തിന് പുറത്ത് കിടക്കുന്ന മഹാഭൂരിപക്ഷം ജനങ്ങളെ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് നിലവിലെ സാഹചര്യത്തിലെ രാഷ്ട്രീയ ദൗത്യം എന്ന് പറയുന്നത്. അത് തിരിച്ചറിയാൻ പറ്റാതിരുന്ന് എന്താ ചെയ്യുക? ഒരു കൂട്ടർക്കത് ഞങ്ങളുടെ രാഷ്ട്രീയം എന്താണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. അതങ്ങനെ തിരിച്ചറിയാനല്ലേ രാഷ്ട്രീയ സംഘാടനം നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഈ അന്തക്കേട് ഇപ്പോൾ പറഞ്ഞാൽ ബാബറി മസ്ജിദ് മൂവ്മെൻറ്റ്, രാം ജന്മഭൂമി മൂവ്മെൻറ്റ്,
അതിൻ്റെ കാരണഭൂതർ ആരാണെന്ന് ചോദിച്ചാൽ കോൺഗ്രസ്സാണ്. അതിന് എന്താണ് ഒരു കൻഡ്യൂസീവ് അറ്റ്മോസ്ഫിയർ, അത് പ്രവർത്തിക്കാൻ ക്ഷമമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തത് കോൺഗ്രസ്സാണ്. കോൺഗ്രസ് ചെയ്ത ചരിത്രപരമായ വിഡിത്തമായിരുന്നത്. അതിലൂടെയാണ് പൊളിറ്റിക്കൽ ഹിന്ദുത്വ കയറി വരുന്നത്. അതിൻ്റെ എന്താണ് ഏറ്റവും അതിൻ്റെ ജെനിത്ത് എന്ന് പറയാവുന്നൊരവസ്ഥയാണ് ഈ 22-ാം തീയതി സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ പക്ഷേ അതിൻ്റെ കൊയ്തെടുക്കാൻ വേറെ പാർട്ടി വന്നു കഴിഞ്ഞു. കോൺഗ്രസ് രാം ജന്മഭൂമി മൂവ്മെൻറ്റിൻ്റെ മുന്നോട്ട് പോക്കും കോൺഗ്രസിൻ്റെ പിന്നോട്ട് പോക്കും ഒരേ സമയം സംഭവിക്കുന്ന രണ്ട് രാഷ്ട്രീയ പ്രതിഭാസങ്ങളാണ് ഇന്ത്യയിൽ. അത് തിരിച്ചറിയുന്നതിൽ ആ സംഭവിച്ച മണ്ടത്തരം തിരിച്ചറിയുന്നതിനോ ഇനി ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന മണ്ടത്തരങ്ങൾ മനസ്സിലാക്കുവാനോ സാധിക്കാത്ത മണ്ടൻ നേതൃത്വമാണ് കോൺഗ്രസിനെ നയിക്കുന്നതെന്ന് ഇതിനെക്കുറിച്ച് എനിക്ക് പറയാം. യെസ്, ഒരു മതേതര ജനാധിപത്യ രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുന്നു എന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്? എന്ത് നിലപാട് ഇതിൽ സ്വീകരിക്കുന്നു? നിലപാട് കൃത്യമായി പറയാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. അത് ആളുകൾ സാഗൂതം നിരീക്ഷിക്കുന്നുമുണ്ട്.